സാഹചര്യങ്ങളെ നിങ്ങളുടെ മുൻപിൽ സാധ്യതകളാക്കി, സാധ്യതകളെ ഒടുവിൽ ദുരന്തമാക്കത്തക്ക വിധം വ്യാപരിക്കുന്ന ഒരു പ്രത്യേക സ്പിരിറ്റ് ഈ തലമുറയുടെ പുറകിൽ വ്യാപരിക്കുന്നുണ്ട്. ഒരിക്കൽ കൂടെ ആവർത്തിക്കട്ടെ, നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന സാഹചര്യങ്ങൾ സാത്താൻ സാധ്യതകളാക്കും. സാധ്യതകളിലൂടെ നിങ്ങൾ മുൻപോട്ട് നീങ്ങാൽ അത് നിങ്ങളിൽ വ്യാപരിക്കുന്ന ആസ്വാദ്യത ഒടുവിൽ ദുരന്തമായി മാറും. സ്തോത്രം. ഇന്നേക്ക് ചില നാളുകൾക്ക് പുറകിൽ സ്തോത്രം മലബാർ മേഖലയിലെ ഒരു പ്രത്യേക സ്ഥലത്ത് അതേ വാഹനങ്ങൾ വന്ന് തിരിയുന്ന ഒരു പ്രത്യേക ഭാഗത്ത് ഒരു ചെറുപ്പക്കാരൻ നിന്ന് മടല് കൊണ്ട് സ്തോത്രം മടലുപയോഗിച്ച് തെങ്ങിൻ്റെ മടലുപയോഗിച്ച് ക്രിക്കറ്റ് കളിക്കുകയാണ്. ഈ ചെറുപ്പക്കാരൻ പെൻസില് പോലിരിക്കുന്ന വെള്ളയ്ക്കായൽ ഈക്കിലി കുത്തിയ പോലിരിക്കുന്ന ഈ പയ്യൻ അവിടെ നിന്ന് ട്രാഫിക് പോയിന്റിൽ നിന്ന് വാഹനങ്ങളെ മുഴുവൻ നിയന്ത്രിച്ചുകൊണ്ട് അതിന് നടുക്കൂടെ ക്രിക്കറ്റ് കളിക്കുന്ന രംഗം നിങ്ങളൊന്ന് ഭാവന കണ്ടു നോക്കിയേ. ഈ പ്രത്യേക സമയത്ത് നാട്ടുകാരിൽ ചിലർ അദ്ദേഹത്തെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു, നിന്നില്ല. അദ്ദേഹത്തെ നിയന്ത്രിക്കാൻ പലർക്കും കഴിഞ്ഞില്ല. പോലീസിനെ വിളിച്ചു വരുത്തി. എന്നിട്ട് പോലും കൈകാലുകളിൽ അസാധാരണമായ ബലം ഉപയോഗിച്ച് മുറുക്കി പിടിച്ച് കൈകാലുകൾ കെട്ടിയതുപോലെയാക്കി പോലീസ് ജീപ്പിനകത്തോട്ട് കയറ്റിയിട്ടിട്ടും ഇവൻ്റെ ഊർജം അടങ്ങുന്നില്ല. നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് സ്തോത്രം ഒടുവിൽ 5 മണിയായപ്പോൾ ഇവൻ പഞ്ചപാവമായി മാറി. ചോദിച്ചു, എന്താ സംഭവിച്ചതെന്നറിയാമോ? സ്തോത്രം. സ്കൂളിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ പയ്യനാണ്. അദ്ദേഹം പറഞ്ഞു, കുറച്ച് നാളുകളായി പൈസ ഉണ്ടായിരുന്നത് കൊണ്ട് ബുദ്ധി കൂട്ടത്തക്ക വിധത്തിൽ ഒരു പ്രത്യേക സാധനം ഇവിടെ ഒരു അങ്കിൾ കൊണ്ട് വിതരണം ചെയ്തുകൊണ്ടിരുന്നു. അത് സ്കൂളിൻ്റെ പുറകിലെ മൂത്രപ്പരയുടെ വശത്ത് വെച്ചാണ് വിതരണം ചെയ്യുക. വലിപ്പം കൂടുതലൊന്നുമില്ല, പഞ്ചസാര തരിയുടെ വലിപ്പമേ ഉള്ളൂ. 4-5 എണ്ണം വാങ്ങിക്കണമെങ്കിൽ 2000 രൂപയാകും. ഞാൻ വീട്ടിൽ നിന്ന് ഈ 2000 രൂപ സംഘടിപ്പിച്ചുകൊണ്ട് 4-5 എണ്ണം വാങ്ങിച്ചിട്ട് അത് നാക്കേലോട്ടിട്ട് ചില മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ ക്രിക്കറ്റ് താരം സച്ചിൻ തെണ്ടുൽക്കറെ പോലെ ഞാനങ്ങ് മാറി. പിന്നെ അങ്ങോട്ട് അവിടെ കിടന്നൊരു മടലെടുത്ത് നേരെ ജംഗ്ഷനിലോട്ട് ഇറങ്ങി ട്രാഫിക് നിയന്ത്രണവും ക്രിക്കറ്റ് കളിയും തുടങ്ങി. ഇതാണ് രംഗം. സ്തോത്രം. അവന് സംഭവിച്ചത് എന്തെന്നറിയാമോ? അവൻ്റെ കയ്യിൽ കിട്ടിയ അല്പം പണം കൊണ്ട് വാങ്ങിക്കത്തക്ക വിധത്തിൽ അത് വിൽക്കുന്ന വിൽപ്പനക്കാരനുമായി അഭിമുഖം ചെയ്യാൻ അവന് സാഹചര്യമൊത്തു. ആ സാഹചര്യം സാത്താൻ സാധ്യതയാക്കി. ഒടുവിൽ അത് മഹാദുരന്തമായി മാറി.